നിങ്ങൾ എവിടെ ഇത് കൊണ്ട് കൊടുക്കും? ഇനി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഓരോ ദിവസവും MP നിലയിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന അപേക്ഷകൾ, മുസ്തഫ നിങ്ങൾ എന്ന കാരണം സർട്ടിഫിക്കറ്റിലെ പേരും വേറൊരു സർട്ടിഫിക്കറ്റിലെ പേരും തമ്മിൽ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരെ കൊണ്ട് എപ്പോഴും തെറ്റിച്ച് എഴുതുള്ളൂ പേര്. എക്ക് പകരം ഈ എഴുതി വെക്കും, ഈക്ക് പകരം ഓ എഴുതി വെക്കും. വേറൊരിനകത്ത് ഫോറം പൂരിപ്പിക്കുമ്പോൾ അത് മാറ്റിക്കളയും. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ? റിജക്റ്റ് ചെയ്യപ്പെടും. റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിപ്പിക്കണമെങ്കിൽ ജനപിന്തുണയുള്ള, ജനപ്രതികളുടെ സാന്നിധ്യമുള്ള സമിതിക്ക് മാത്രമേ പറ്റൂ. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് മാത്രം വിധേയപ്പെട്ടൊരു ഉദ്യോഗസ്ഥന് ആ ബാധ്യതയില്ല. അതുകൊണ്ടാണ് 19 ലക്ഷം പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പൗരന്മാരല്ലാതായി മാറിയത്. ഈ ഒരു ഭയാനക ചിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ മുകളിൽ ഡെമോക്രസിന്റെ വാല് പോലെ ചൂഴ്ന്നിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പിലാക്കില്ല എന്ന് പറയണ്ടേ? അതല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഫോറം പൂരിപ്പിക്കാൻ നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുന്ന പറയേണ്ടത്. റഹീം സാഹിബേ, അത് പറയാൻ പാടുണ്ടോ? നടപ്പിലാക്കില്ല. ഇതിനേക്കാളും വലിയ തിട്ടൂരങ്ങളെ മറികടന്ന, അവഗണിച്ച, തോൽപ്പിച്ച സമര പാരമ്പര്യമുള്ള ഒരു ജനതയാണ് നമ്മളെന്തിനാടോ സാധിക്കുക നമ്മുടെ വേറെ ആളുടെ മുമ്പിൽ നമ്മുടെ തല കുനിക്കേണ്ട കാര്യമുണ്ടോ? സാധിക്കുക നീ കുനിക്കണ വേണ്ട. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു പ്രവർത്തന തലത്തിലേക്ക് നീങ്ങുമ്പോൾ 75 വർഷത്തിന് ശേഷം കണ്ടത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നാസി ജർമ്മനിയാണ്. ഞാൻ വെറുതെ പറയണല്ല.